ഇനി ഇരുന്നാ മതിയോ? കേസ് വാദിക്കണ്ടേ? നേരെ സന്ധ്യയായി, മഴ വന്നോട്ടോ. നേരത്തെ തുടങ്ങാൻ നോക്ക്. തുടങ്ങൂ. 3, 4. യുവർ ഓണർ, ആ പറ കൊച്ചേ. സാർ ഈ പുലിയൂർ എന്നൊരു ഗ്രാമത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? പിന്നെ പുലിയൂരിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്, പുലിമുരുകനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ചെറിയ ഗ്രാമമൊന്നുമല്ല, വേൾഡ് ഫേമസ്. പിന്നെ പുലിമുരുകൻ കാരണമാണ് ആ ഗ്രാമം ഫേമസ് ഒക്കെ ആയത്. പക്ഷെ ഈ പുലിമുരുകൻ കാരണം ദുരിതം അനുഭവിക്കുന്ന കുറച്ച് പേര് അവിടെയുണ്ട്. അതിലൊരാളാണ് എന്റെ കേസിലെ ഇന്നത്തെ കക്ഷിയായിട്ടുള്ള മിസ്റ്റർ ഷിബു. ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളുമായിട്ട് ജനിച്ചു വീണതാണ് ഷിബു. പക്ഷെ ഇപ്പൊ തീർത്തും ഷിബു ഒരു അനാഥനാണ്. അതിന് കാരണക്കാരൻ ഈ പുലിമുരുകനാണ്. ഈ പുലിമുരുകൻ വളരെ മൃഗീയമായിട്ട് എന്റെ കക്ഷിയായ ഷിബുവിന്റെ അച്ഛനും അമ്മേനെയും വധിച്ചിരിക്കുകയാണ്. സാർ പുലിമുരുകൻ എന്റെ കക്ഷിയായ ഷിബുവിന്റെ അച്ഛനും അമ്മയും ക്രൂരമായിട്ട് വധിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ പുലിമുരുകന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ കൊടുത്ത് ഈ ഷിബുവിനോട് കരുണ കാണിക്കണമെന്ന് ഞാൻ സാറിനോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പേടിപ്പിക്കുവാണല്ലോ. 1200 രൂപ. 1200 രൂപ തന്നെ. ഇവിടെ ഞാനിത് കഥ കേട്ട് രസിച്ചിരിക്കുവല്ലായിരുന്നു. അതിനിടയ്ക്ക് കയറിയിട്ട് ഒബ്ജക്ഷൻ പറഞ്ഞു. പിന്നെ കഥ അതുമല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ലായിരുന്നു. അത് മാത്രമല്ല, കോടതി അലക്ഷ്യമാക്കിയിട്ട് സംസാരിച്ചതിന്റെ പേരിൽ 1200 രൂപ അടയ്ക്കണം. കഷ്ടമാണ് ആലോചിച്ചോളൂ. ഞാൻ എന്റെ കാര്യം ഞാൻ പറയണ്ടേ? പിന്നെ പറയണ്ടേ? തുടങ്ങാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. തുടങ്ങുന്നില്ല, അത് തുടങ്ങുന്നില്ലെന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ആ പറ. ഞാൻ തുടങ്ങട്ടെ. ഒബ്ജക്ഷൻ ഓർ ഓണർ. ഇത്ര നേരം ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്ന പുലിമുരുകൻ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിന് ഈ നാട് മുഴുവനും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. മാത്രവുമല്ല, എല്ലാ ജനങ്ങളുടെയും മുന്നിൽ അദ്ദേഹം വളരെ പ്രിയങ്കരനാണ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞു വരുന്ന ഈ കഥ തികച്ചും ഇവർ കെട്ടിച്ചമച്ചതാണ്. ആരെയാണ് കെട്ടിച്ചയച്ചത്? കെട്ടിച്ചയച്ചെന്ന് ആരെ? അല്ല, കെട്ടിച്ചയച്ചെന്ന് പറഞ്ഞു. കെട്ടിച്ചയച്ചെന്നല്ല യുവർ ഓണർ പറഞ്ഞത്. കെട്ടിച്ചമച്ച കഥയാണ്, കള്ളത്തരമാണെന്ന്. കെട്ടിച്ചമച്ചത് ആ കാര്യമാണ് പറഞ്ഞത്. എന്റെ കക്ഷിയായ ഷിബു അങ്ങനെ കെട്ടിച്ചമച്ച കഥയൊന്നും അല്ല. അല്ല, ഈ ഷിബു എന്ന് എപ്പോഴും പറഞ്ഞു. ഷിബു അവിടെ, ഷിബുവിനെ വിളിക്കേ. അത് ഞാനാണോ വിളിക്കേണ്ടത്? ഞാൻ വിളിക്കണം. അല്ല, വിളിക്കുന്ന ആളെവിടെ പോയി? ആരാ വിളിക്കുന്നത്? ഇവിടെ ആളുണ്ടായിരുന്നില്ല. പുള്ളി എന്ത്? ഈ പുള്ളി അല്ലെന്നേ. ഇവിടെ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ചായ കുടിക്കാൻ പോയതാ. ആ ചായക്കട ഒന്ന് വിളിക്കാവോ? പുലിയൂർക്കാട്ടിലെ ഷിബു ഹാജരുണ്ടോ? ഷിബു ഹാജരുണ്ടോ? ഷിബു ഹാജരുണ്ടോ? അയ്യോ! 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 അയ്യോ, പേടിക്കണ്ട, ഇത് ഷിബുവാ. ഷിബു, ഇത് കാട്ടുപൂച്ചയാണോ? അതെ, ശരിക്കും ആരാ ഷിബു എന്നു പേരുള്ള പുലി? ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്റെ കക്ഷിയായ ഷിബു എന്ന് പറയുന്ന ഈ പുലി ഏതാണ്ട് അയ്യോ, ഇതിനിവിടെ കഴിക്കണേ. എന്റെ ദൈവം, ഞാൻ പെട്ടെന്ന് വെപ്രാളത്തിൽ ഓടി പോകുന്ന ചമ്മിപ്പോയി. ഞാനിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞു പുഴുകിയാൻ എനിക്കൊന്നും അറിയത്തില്ല. ഈ പുലിയൊക്കെ പിടിച്ച് ഇതിനകത്തോട്ടാണ് കൊണ്ട് താറ കയറ്റുന്നത്. അതാ ഞാൻ ഈ പുലിയിലൊക്കെ പിടിച്ച് ഇതിനകത്തേക്കാണ് കൊണ്ടിടണേ. എന്റെ പൊന്ന് സാറേ, ഈ പുലികൾക്കും മൃഗങ്ങൾക്കും വേണ്ടിട്ട് വേറെ ഏതെങ്കിലും കോടതി ഉണ്ടോ ഈ നാട്ടില്? ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഏത് കോടതി? കാട്ടില് സിംഹരാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. അയാൾ എന്തെടുക്കുക? പുള്ളിയെ വലിക്കാനിരിക്കണോ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നോട് വന്ന് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കപ്പോ മനുഷ്യനാണോ മൃഗമാണോ നോക്കിയില്ലേ, എനിക്ക് എന്റെ കേസ് മതി, എനിക്ക് പൈസ മതി. എന്നാ കുറച്ച് നേരത്തെ നമുക്കിത് മൃഗക്കോടതി തന്നെ ആക്കാം. ഈ ഷിബുവിന്റെ ജീവിതം ഇത്രയും വഴിമുട്ടിച്ച ആ പുലിമുരുകനെതിരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഈ കോടതി ഇന്നെടുക്കണം. ഇവർ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പക്കച്ചള്ളമാണ്. അയ്യോ, എന്താ പറഞ്ഞേ? പച്ചക്കള്ളമാണ്. 1000 രൂപ. അതിനെന്തിനാ നീ 1000 രൂപ? പിന്നെ കോടതി ഡയലോഗ് തെറ്റിച്ച പിഴയടക്കണ്ടേ? ഞാൻ ഇന്ന് കുറെ പൈസ ഉണ്ടാക്കും. ശരി, ഓക്കെ. ഇവർ ഇത്ര നേരം പറഞ്ഞല്ലോ, ഇവര് പുലിമുരുകൻ കൊന്നു എന്ന് ഇവർ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ഇതിന് തക്കതായ തെളിവുകളാണല്ലോ നമുക്ക് വേണ്ടത്. തെളിവുകൾ നമുക്ക് കോടതിക്ക് നിരത്താൻ പറയൂ. തെളിവുണ്ടല്ലോ. അങ്ങനെ കാണിക്കാനായിട്ട് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്തുണ്ടോ? നോക്കട്ടെ. ഗുഹയിലേക്ക് പുലിമുരുകൻ ചാടിയില്ലേ? അപ്പൊ 2 പുലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയില്ലേ? ആ 2 പുലികളാണ് ഈ നിൽക്കുന്ന ഷിബുവിന്റെ അച്ഛനും അമ്മയും. ഷിബു കരയല്ലേ? ഷിബു, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഷിബു ഉറക്കെ പറയൂ. എന്റെ അച്ഛനും അമ്മയും പ്രേമമായിരുന്നേ പണ്ടേ. ഒരു ദിവസം രാവിലെ അമ്മ അച്ഛനെ ഗുഹയിലോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് അച്ഛന്റെ കൈയെടുത്ത് അമ്മ വയറിൽ വെച്ചിട്ട് പറഞ്ഞ്, നിങ്ങളുടെ കുഞ്ഞ്
എന്റെ വയറ്റിലുണ്ട് 7 മാസമായെന്ന് പറഞ്ഞു. ആ സമയത്ത് ആ ഡാഡി ഗിരിജയായിട്ട് പുലിമുരുകൻ കടന്ന് വഴക്കും കൂടിയിട്ട് നേരെ ഗുഹയിലോട്ട് വന്ന് കയറി. എന്റെ അച്ഛനുടനെ ഇത് കണ്ടിട്ട് അങ്ങ് ദേഷ്യം വന്ന അച്ഛൻ നേരെ അങ്ങോട്ട് ചെന്നത് ഈ പുലിമുരുകൻ കുന്തമെടുത്ത പിന്നെ അച്ഛനെ കുത്തി അച്ഛനെ കൊന്നു. അത് കഴിഞ്ഞ് ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് ദേഷ്യം വന്ന അമ്മ ചാടി മുരുകന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും കുന്തം എടുത്തിട്ട് അമ്മയുടെ വയറ്റി കുത്തി കീറി. ആ ഗ്യാപ്പിലൂടെ ഞാൻ പുറത്തിറങ്ങി. ഈ മുരുകനാണെന്നുണ്ട് ഒരു മനസാക്ഷി ഇല്ലാത്തവനാ. ഒരു പാൽക്കുപ്പി അല്ലെങ്കിൽ ഒരു പൗഡർ അല്ലെങ്കിൽ ഒരു സോപ്പ് ഈ ഇളവാവിക്ക് കൊണ്ട് തരണോ? പിന്നെ പുലിമുരുകന്റെ പെങ്ങളല്ലേ കാട്ടി പ്രസവിച്ച് കിടക്കുന്ന ഇള്ളകാവച്ച് കൊണ്ട് തരാൻ വേണ്ടിട്ട് ഈ പുള്ളി ഇതെല്ലാം പറയുന്നത്. കോടതിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ എന്താ സംഭവിച്ചിരിക്കുന്നത്. ആ ഈ കേസിൽ പ്രതിഭാഗം ചേർക്കപ്പെട്ടിട്ടുള്ള കാട്ടിലെ ഒരു മൂപ്പനുണ്ട്. അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. മൂപ്പനെ ആര് വിളിക്കും? ആരാ വിളിക്കേണ്ടത്? ഈ പുള്ളി ചായ കുടിച്ച് തീർന്നില്ല. ഇത് എത്ര ഇത് ഭയങ്കര കഷ്ടമാട്ടാ. ലോട്ടറി എടുക്കാൻ നിൽക്കുമായിരിക്കും ഇനി. ഞാൻ അങ്ങോട്ട് വിളിക്കാം. അല്ല അപ്പൊ എന്നാ എന്ന് കാട്ടിലെ മൂർഖനോ എന്നാ? മൂർഖനല്ല, മൂപ്പൻ. ആ കാട്ടിലെ മൂപ്പൻ ഹാജരുണ്ടോ? ഹാജരുണ്ടോ? സംശയമുണ്ട്. എന്തുവാ ചോദിക്കട്ടെ? ഈ കരടിനെ തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് രോമം ഉണ്ടാവുന്ന പറഞ്ഞ നേരാണോ? ഈ കരടി നെയ് തേച്ച് കഴിഞ്ഞാൽ കരടിക്കല്ലേ രോമം ഉണ്ടാവുള്ളൂ, വേറെ ആർക്ക് രോമം ഉണ്ടാകത്തില്ലല്ലോ. തൽക്കാലം ചെറുതായിട്ടൊന്ന് ചമ്മി. യുവർ ഓണർ, ഈ നിൽക്കുന്ന ഈ മൂപ്പൻ എന്റെ കക്ഷിയായ ഷിബുവിന്റെ കുടുംബത്തെ അനാഥമാക്കാനുള്ള പ്രധാന കാരണം ഇദ്ദേഹം തന്നെയാണ്. ഇതെന്നാ ഈ എന്നാ വാർത്താണോ ഈ പറയുന്നത്? നിങ്ങൾ എല്ലാത്തിനും ഈ LLB എടുത്തോണ്ട് ഇങ്ങനെ ഈ പറയുന്നത് എന്ത്? ആദ്യം ഇവര് പറഞ്ഞു യുവർ ഓണർ, ആദ്യം ഇവർ പറഞ്ഞു പുലിമുരുകനാണ് അവനെ കൊന്നതെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു അവന്റെ കുടുംബം നശിപ്പിച്ച പുലിമുരുകനെ കൊന്നത് വീണ്ടും ഈ നിൽക്കുന്ന ചാത്തനാന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് ഇതെന്ത് ഈ മൂപ്പൻ ഇതിൽ പങ്കുണ്ട്. പറയൂ ഷിബു, എന്താണ് ഈ മൂപ്പൻ ചെയ്തത്? പറയൂ. ഈ മൂപ്പന്റെ തള്ളുകാരനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അറിയോ? ഈ പുലിമുരുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ യഥാർത്ഥ പേര് PP മുരുകൻ എന്ന്. ആളൊരു പാവമായിരുന്നേ. അവനെ എവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറകെ നടന്നു എന്നിട്ട് നീ അതാണ്, നീ മറ്റവനാണ്, നീ മറിച്ചവനാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയാണ് എന്റെ അച്ഛനും അമ്മയെ കൊന്നത് മുരുകൻ. അറിയാമോ? അതിന്റെ തെളിവ് വല്ലതും ഉണ്ടോ? സംശയം ഉണ്ടല്ലേ? തെളിവുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട്. നോക്ക്. നോക്കട്ടെ. കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ഈ തള്ള് പുള്ളി ആ പാലാരോട്ടം പാലത്തിന്റെ തള്ളിയാർന്നെങ്കിൽ പൊളിക്കണ്ടായിരുന്നു, മാറ്റി വെക്കാറ്. ഒരു രക്ഷയില്ലാത്ത ചുമ്മാ വെറുതെ നോണ പറയാണ്. ഈ പുലിമുരുകൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് കാട്ടിൽ കൂടെ നടന്നു വന്നപ്പോ ഒരു ഓന്ത് നാക്ക് നീട്ടി കാണിച്ചു. 7 ദിവസമാ പനി പിടിച്ച് കടന്നേ. പുലിമുരുകൻ പുലിമുരുകൻ വെറുതെ പറയുന്നതാണ്. മൈനന്റെ 2 പിള്ളേരാണ് സത്യം. എന്തോ ശരി, കാട്ടിലെ മൈനേനെയും കല്യാണം കഴിച്ചേക്കോ, തനിക്ക് വേറെ പണിയൊന്നുമില്ല. സാറേ, മൈന എന്ന് പറയുന്നത് എന്റെ ഭാര്യയാ. പതിവ് പോലെ 2ാം പ്രാവശ്യവും ജഡ്ജി അങ്ങൊന്ന് ചമ്മി. ഇതന്നെ എഴുതുന്നു. അല്ല, നീ പറയേണ്ട കാര്യമില്ല. ചമ്മി എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അതിന്റെ ഒരു 500 രൂപ പിഴ. എന്ത് കഷ്ടമാണെന്ന് വെച്ചാണ്. യുവർ ഓണർ, അതുകൊണ്ട് എന്റെ കക്ഷിയുടെ ജീവിതം വഴിമുട്ടിച്ച ഈ മൂപ്പന് എന്റെ ഒരു അഭിപ്രായത്തില് വധശിക്ഷ തന്നെ കൊടുക്കണം. അല്ലല്ല, അതെ, മനസ്സിലായി എനിക്ക് അങ്ങോട്ട് എഴുതങ്ങോട്ട്. പുള്ളിക്കാരുടെ പേരിൽ 500 രൂപ അങ്ങോട്ട് വെറ്റി അങ്ങോട്ട് എഴുതാനേ. അയ്യോ, അതൊരു ഡായല്ലേ മാറും. എന്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഇത്രയും ഇപ്പൊ കോടതിക്കകത്ത് അച്ഛനെ തെറ്റിച്ചാനകത്ത് നിങ്ങൾ എന്റെ പേരിൽ എഴുതിയോ? താൻ വന്നെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുന്നല്ലേ, താൻ എന്നും തെറ്റിയല്ലേ. അതുകൊണ്ട് ഇത് മിനിഞ്ഞാന്ന് വന്ന വച്ചാ അത് ശരി, അത് കുഴപ്പമൊന്നുമില്ല. ഇനി തെറ്റിച്ചാ എഴുതും. ഇനി തെറ്റിക്കത്തില്ല. പുതിയതായിട്ടൊരു പെണ്ണ് വന്ന അവള് തെറ്റിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല. ഞാനിവിടെ കണ്ട് തെറ്റിക്കുമ്പോഴാണ് വിഷയം. അത് എഴുതും. തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാനില്ല പോ. എനിക്ക് പറ്റൂല. പിന്നെ ഇങ്ങനെ നാണം കാണാൻ വേണ്ടിട്ട് ഞാൻ പോവാ. വിധി പറഞ്ഞു. തനിക്ക് മഴയ്ക്ക് വീട്ടിൽ പോകും. അയ്യോ, എനിക്ക് ഇവിടെ ഒരാൾ നിക്കണ്ടേ? തന്നെ അല്ല, പോവല്ലേ തന്നെ താനാ നിങ്ങൾ ഉണ്ടാക്കി ഇതൊന്നും അല്ലല്ലോ. രണ്ടുപേരും കൂടെ എന്നാ അത് ശരിയല്ല, പോവല്ലേ. എടാ, തന്റെ വായിക്കത്തെ പഴമാണ്. തനിക്ക് എന്തെങ്കിലും പിണ്ടാൻ വേണ്ടി എല്ലാരും കാണിക്കും. ഞാൻ പോവാ. ഇപ്പൊ എന്നെയാണ് അന്നെങ്കിൽ ഞാൻ വേറൊരാളെ കൂടെ വിളിക്കട്ടെ. ഏത്? ഈ പുള്ളിക്ക് പകരം വേറെ വക്കില്ലേ? അല്ല, അതല്ല, വിചാരണ വിളിച്ചോട്ടെ. ഡാഡി ഗിരിജ. ഡാഡി ഗിരിജാനെ വിളിച്ചാ അവിടെ നിന്നോണ്ട് ആർക്കെങ്കിലും ഒന്ന്. ഡാഡി ഗിരിജ ഹാജരുണ്ടോ? 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 ജലദോഷപ്പനിയാന്ന് തോന്നുന്നു. മൂടിപ്പോച്ചാ വന്നേക്കാം. അല്ല അല്ലേ? അല്ല. മിസ്റ്റർ ഡാഡി ഗിരിജ, താങ്കൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ അറിയാമോ? ഇത് ശിവ, ഇത് എന്റെ മകനാണ്.
ആണല്ലോ. ഇയാളൊരു കോട്ടിംഗ് ക്രിമിനൽ ആണെന്ന് ഞാൻ പറഞ്ഞാലോ? അങ്ങനെ ഇല്ല വചനമൊന്നും പറയരുത്. ആദ്യം ചെറിയ തരികിട പരിപാടിയൊക്കെ എന്റെ മകനുണ്ടായിരുന്നു. ഇപ്പം ഭയങ്കര ഡീസന്റ് ആണ്. അവനൊരു ബിസിനസ് ചെയ്ത് മാന്യമായിട്ട് എന്ത് ബിസിനസ്? അവൻ ലെമൺ ടീയുടെ ബിസിനസ്. ലെമൺ ടീയുടെ ബിസിനസ്? അതൊന്ന് വ്യക്തമാക്കണം. അതെ ഇപ്പം ലെമൺ ടീയുടെ കുറച്ച് ദിവസമേ ആയുള്ളൂ. ചുമ്മാ ഒരു ബിസിനസ് തുടങ്ങിയതാണ് അവന്റെ കൂട്ടുകാരനും കൂടെ. പക്ഷെ അതങ്ങ് ക്ലിക്കായി അത്യാവശ്യം വൈറലായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം ബിസിനസ് ഒക്കെ നടന്ന് സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്ര വിശ്വസനീയമല്ല. അല്ല നിങ്ങളിപ്പോ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? അത് നിങ്ങളിപ്പോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തേണ്ട കാര്യം എന്താണ്? ഞാൻ ഇപ്പൊ പുലിമുരുകൻ എന്റെ അച്ഛനും അമ്മയും കൊന്നതിന് ഞാൻ എന്താണ് കാരണക്കാരൻ? അത് നിങ്ങളൊന്ന് പറ, എനിക്കത് മനസ്സിലാവുന്നില്ല. അതെ ഞാൻ പറഞ്ഞുതരാം. അത് നീ പറ. നീ സംസാരിക്കരുത്. ഇയാൾ കാട്ടിൽ കഞ്ചാവും അന്വേഷിച്ച് പുലിമുരുകനെ കാണാൻ വന്നായിരുന്നു. എനിക്കത് മറ്റേ കുറച്ച് മരുന്നുണ്ടാക്കാൻ വേണ്ടിയാണ് കഞ്ചാവിനോ, നല്ലതല്ല. ഇയാളും പുലിമുരുകനും കൂടെ അടിയും മഴക്കം ഉണ്ടായോ? അത് അവൻ കല്ലിപ്പാണിച്ചപ്പോ നമ്മള് ഗുഹയുടെ അടുത്തൊന്നും ചെറിയ പ്രശ്നം ഉണ്ടായി. ആ ദേഷ്യത്തിനാണ് പുലിമുരുകൻ നേരെ ഗുഹയിൽ വന്ന് എന്റെ അച്ഛനെ അമ്മയും കൊന്നത്. അത് മനസ്സിലായോ? അത് ഞാൻ എന്ത് ചെയ്യാൻ? എനിക്ക് നഷ്ടപരിഹാരം തരണം. അത് കാരണം 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ഞങ്ങളുടെ ഷിബുവിന് കൊടുക്കണം. നിങ്ങൾ പുലിമുരുകന്റെ വാങ്ങിക്കണല്ലേ മര്യാദ? അതെങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ കേസ് ഒത്തുറപ്പാക്കാൻ വേറെ വഴിയൊന്നുമില്ലേ? വേറെ വഴിയൊന്നുമില്ല. 1 കോടി രൂപ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അത്രയും പൈസ ഉണ്ടത് ഞാൻ ഈ പുറപ്പെങ്കിലും മാറ്റണം. ഇത് എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാക്കൂല. ഇപ്പൊ എടുത്ത ബിസിനസ് ഒക്കെ എന്റെ മകൻ അവനാണ് ശിവയാണ് നോക്കുന്നത്. എനിക്ക് മോനെ വിളിക്കണം. പക്ഷെ ഞാൻ ഫോൺ എടുത്തില്ല. ഫോൺ ഞങ്ങൾ തരാം. ഫോൺ എന്റെ കയ്യിലുണ്ട്. അതാണ് ഇങ്ങനെ കൊടുക്കാൻ മേലാത്തതാണ്. ജഡ്ജിയുടെ ഫോണാണ്. എന്നാലും വിളി. ഹലോ എടാ ശിവ, ഞാൻ നിന്റെ അച്ഛനാണ്, ഡാഡി. പിന്നെ ഇത് നമ്മുടെ മറ്റേ ആ പുലിയുടെ കേസില്ലടേ. പുലിയെ നമ്മളവിടെ മറ്റേ പുലിമുരുകൻ വന്ന് മറ്റേ എറിഞ്ഞു കൊന്നത് അത് വിഷയമായി. അതിപ്പോ നഷ്ടപരിഹാരം 1 കോടി രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. 1 കോടി രൂപയോ? അപ്പൊ ഒരു കാര്യം ചെയ്യും. ആ പുലിയുടെ കയ്യിൽ ഫോൺ ഒന്ന് കൊടുക്കൂ. ഞാൻ അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം. നീ ഒന്ന് സംസാരിച്ച ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ എന്റെ മോനാണ്. ഒന്ന് സംസാരിക്കും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് പുലി. ഹലോ പുലി, നിങ്ങൾ നഷ്ടപരിഹാരമായിട്ട് 1 കോടി രൂപ ചോദിച്ചു. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഫാമിലി സെറ്റപ്പ് കേസാണ്. ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിനെ കെട്ടിയാണ്. അപ്പൊ നിങ്ങൾ ചെറുതായിട്ട് കമ്മിയായിട്ട് ചോദിക്കോ? കമ്മി അടിക്കാനൊന്നും പറ്റൂല. 1 കോടി രൂപ വേണം. 1 കോടി രൂപ തരാൻ പറ്റില്ല. നിങ്ങൾ ഇച്ചിരി കമ്മിയായിട്ട് ചോദിക്കോ? കമ്മിയായിട്ടൊക്കെ ചോദിക്കുന്നില്ല. ഇല്ല ഞാനേ ജഡ്ജിയെ കൊടുക്കാം. നീ സംസാരിച്ച് ഒന്ന് സാറേ മോനാണ്, ഒന്ന് സംസാരിക്കാം. ഹലോ ഇതാരാണ്? ഞാൻ ജഡ്ജി. ജഡ്ജി മാമൻ, ഇത് ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അച്ഛന്റെ അനിയൻ, ഞങ്ങളുടെ ചെറിയ സെറ്റപ്പിലുള്ള ഒരു കേസ്. നിർത്ത. നിന്റെ ഈ ഡയലോഗ് കേട്ട് മടുത്തു. നീ വേറൊരു ഡയലോഗ് പറഞ്ഞ് ഹിറ്റാക്കിയിട്ട് വാ. അത് കഴിഞ്ഞിട്ട് മതി ഈ കേസിന്റെ വിചാരണ. അതുവരെ ഈ കേസ് നീട്ടിവെച്ചിരിക്കുന്നു. അപ്പൊ ഞാനാ? നീ വല്ല കാട്ടിലോട്ടും പോടാ.